തൊടുപുഴ നഗരസഭാതല കേരളോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഉദ്ഘാടനം ചെയ്തു. മത്സര വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തൊടുപുഴ നഗരസഭാതല കേരളോത്സവം സമാപിച്ചു. ടൗൺ ഹാളിൽ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG രാജശേഖരന്റെ അധ്യക്ഷതയിൽ സമാപന സമ്മേളനം നടന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഉദ്ഘാടനം ചെയ്തു. സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി ഇന്നിവിടെ സമാപിക്കുകയാണ്. ആദ്യമായി ഈ മത്സരത്തിൽ വിജയിച്ച് കലാകായിക മത്സരങ്ങളിൽ വിജയിച്ച് സഹപ്രവർത്തകയായ ശ്രീലക്ഷ്മി കൂടി ഈ മത്സരത്തിൽ ഇന്ന് വിജയിയായിട്ടുണ്ട്. മത്സരത്തിൽ വിജയിച്ച് ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കുവാനെത്തിയിട്ടുള്ള മുഴുവൻ മത്സരാർത്ഥികളെയും ആദ്യമായി എൻ്റെയും തൊടുപുഴ നഗരസഭയുടെയും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഇന്ന് നമുക്ക് മുൻകാലങ്ങളിൽ ഇല്ലാതിരുന്നത് അപേക്ഷിച്ച് നമുക്ക് ഈ പ്രാവശ്യം മൊമെന്റോയും മത്സരത്തിൽ വിജയിച്ച മുഴുവൻ പേർക്കല്ല, മത്സരത്തിൽ വിജയിച്ച നമുക്ക് 12 ഇനം കലാകായിക മത്സരങ്ങളാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് 4-5 പരിപാടികൾക്ക് നമ്മൾ ക്യാഷ് പ്രൈസ് കൂടി അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. നഗരസഭാ സെക്രട്ടറി ബിജുമോൻ ജേക്കബ് സ്വാഗതം ആശംസിച്ചു. വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി. മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ കരീം, കൗൺസിലർമാരായ ജിതേഷ്, ശ്രീലക്ഷ്മി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വിജയികൾക്ക് നഗരസഭാ ചെയർപേഴ്സൺ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഫുട്ബോൾ മത്സരത്തിലെ 1-2 സ്ഥാനക്കാർക്ക് മഹാറാണി സിൽക്സ് തൊടുപുഴ സ്പോൺസർ ചെയ്ത 5000 രൂപ, 2000 രൂപ എന്നിങ്ങനെയുള്ള ക്യാഷ് പ്രൈസും സമ്മാനിച്ചു. ക്രിക്കറ്റ് മത്സരത്തിലെ 1ാം സ്ഥാനക്കാർക്ക് ജോവാൻ റീജൻസി സ്പോൺസർ ചെയ്ത 5000 രൂപയും 2ാം സ്ഥാനക്കാർക്ക് അലൻ IPI ഡീലർ തൊടുപുഴ സ്പോൺസർ ചെയ്ത 3000 രൂപയും സമ്മാനിച്ചു. വോളിബോൾ മത്സരത്തിലെ വിജയികൾക്ക് 96 കോട്ട ബൈപ്പാസ് ബംഗളൂരു സ്പോൺസർ ചെയ്ത 3000 രൂപ, 1500 രൂപ എന്നിങ്ങനെ ക്യാഷ് പ്രൈസ് നൽകി. ഷട്ടിൽ ബാഡ്മിന്റൺ ഡബിൾ വിഭാഗം മത്സര വിജയികൾക്ക് വിനായക ഹോട്ടൽ തൊടുപുഴ സ്പോൺസർ ചെയ്ത 2000 രൂപയും, സിംഗിൾ വിഭാഗത്തിന് 1-2 സ്ഥാനക്കാർക്ക് നഗരസഭ ആരോഗ്യ വിഭാഗം സ്പോൺസർ ചെയ്ത 500 രൂപ ക്യാഷ് പ്രൈസും വിതരണം ചെയ്തു. സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 ശ്രീദേവസേനൻ നന്ദി പറഞ്ഞു.